എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഇതാ നിച്ചുട്ടി കുളിച്ച് സുന്ദരിയായിട്ട് റെഡി ആയിട്ട് യൂണിഫോമെല്ലാം ഇട്ടിട്ട് അംഗനവാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുമെന്ന്. നിച്ചുട്ടി യൂണിഫോം ഇട്ടിട്ട് ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്, നിച്ചുട്ടിന് യൂണിഫോം ഉണ്ടോ അംഗനവാടിയിൽ എന്ന് ചോദിച്ചിട്ട്. നിച്ചുട്ടിന് അംഗനവാടിയിൽ യൂണിഫോം ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു മക്കൾ ഇങ്ങനത്തെ യൂണിഫോം ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിച്ചുട്ടിന് അംഗനവാടിയിൽ യൂണിഫോം ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. സമയം 9:55 10 മണിയാകുമ്പോഴേക്കെല്ലാം എത്തുന്നുണ്ട്, നമ്മുടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നിച്ചുട്ടി പോകാൻ ഇറങ്ങി. എന്തിന് നിച്ചുട്ടി പോയി കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇന്നൊരു വീഡിയോ ഇടാനുണ്ട്, അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു. രാവിലെ തന്നെ എല്ലാം സെറ്റാക്കി കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ പണിയില്ലല്ലോ ഉച്ചയാകുമ്പോഴേക്ക്. നമ്മളിപ്പോൾ വല്ലപ്പോഴും അല്ല വീഡിയോ ഇടലില്ലോ, അവിടെ ഉള്ള വീഡിയോ കറക്റ്റ് സമയത്ത് ഇടണമല്ലോ. അപ്പോൾ വേഗം ഒന്ന് അത് ചെയ്യട്ടെ. അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് 2 വീഡിയോ ആണ്, അതുകൊണ്ട് പിന്നെ വേഗം ചെയ്ത് വെച്ച് ഇനി ഞാൻ കൂട്ടുകറി ആക്കാൻ പോവാന്ന്. കുറേ ദിവസമായി കൂട്ടുകറി ആക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നലെ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിനെ. അപ്പം ഏതായാലും ഇന്ന് ഉച്ചക്കേക്ക് കൂട്ടുകറി ഉണ്ടാക്കാം. കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിലേക്ക് പോയതെങ്കിലും അപ്പോഴേക്ക് അച്ഛനും മോനും ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അത് വെച്ച് കൊടുത്തിട്ട് തന്നെ കൂട്ടുകറീൻ്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ കൂട്ടുകറി. നമ്മൾ കല്യാണത്തിന് സദ്യക്കെല്ലാം ഉണ്ടാവുന്ന ആ കൂട്ടുകറി ഉണ്ടല്ലോ, അങ്ങനെയല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുക. കുറച്ച് ലൂസായിട്ട് ആ കളറും ആയിരിക്കില്ല, അധികം തേങ്ങയും അധികം വെളിച്ചെണ്ണയും അങ്ങനെ ഉപയോഗിക്കാണ്ട് ഒരു എലിശ്ശേരി പരിവം, നല്ല കുറച്ച് ടൈറ്റായിട്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയില്ല, നിങ്ങളുടെ നാട്ടിൽ വേറെ വേറെ പേരായിരിക്കും ചിലപ്പം അതിന് പറയുന്നുണ്ടാവുക. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ അമ്മക്ക് തീരെ ഇഷ്ടമല്ല ആ സാധനം. അപ്പോൾ എപ്പോൾ അമ്മേൻ്റെ കൂടെ കല്യാണത്തിന് പോയിരുന്നാലും ഫസ്റ്റ് തന്നെ ഞാൻ അത് ഇലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കലുണ്ട്. അപ്പോൾ ചായ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. കടല ഇന്നലെ കുതിർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് ബഗഡായിപ്പോയി. എന്താന്ന് വെച്ചാല് കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള കായ് അമ്മ വറുക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കൂട്ടുകറി ആക്കാന്നുള്ള പ്ലാനിങ് അമ്മയോട് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് അപ്പൊ പിന്നെ അത് കുറച്ച് വെന്തിന് വറവാക്കാൻ, അപ്പൊ അത് എനിക്ക് കൂട്ടുകറിക്ക് എടുക്കാന്ന് പറഞ്ഞു അമ്മ. അപ്പൊ ചേനയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ചേന അച്ഛൻ മുറിച്ചതന്നെ. ഞാനും ചേനയും ഭയങ്കര ശത്രുവാണ്. ചേനന്റെ ഇപ്പം ഇതിങ്ങനെ കഴുകി നമ്മൾ വാരി ഇട്ടാൽ തന്നെ എനിക്ക് കുറെ നേരത്തേക്ക് ഒരു 2 മണിക്കൂറേക്ക് ചൊറിച്ചൽ നിർത്താൻ പറ്റില്ല, അത്രയും ഇതാണ്. ചിലവർക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് കയ്യിലോട്ടെല്ലാം പോയിട്ടാണ് ഞാൻ എടുക്കുക, അത്രയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതെല്ലാം കൂടെ വേവിക്കാനിടാം ഈ ചായ ആവുന്ന സമയം കൊണ്ട്. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവിൽപ്പൊരി. നമ്മളിവിടെ തന്നെ അടുത്ത് തന്നെ അവിൽ മില്ലുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ്. ഇങ്ങനെ പൊരി അവിൽ കറുമുറ ആവും. അപ്പോൾ പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ചവക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. കറീൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല, അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ആക്കുമ്പം പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. വേഗം എല്ലാം കൂടെ വേവിച്ചിട്ട് ഇത് ലാസ്റ്റ് തേങ്ങ നല്ലോണം വറുത്തിടും കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയും കൂടെ നല്ലോണം വറുത്തിട്ട് അതിനകത്തേക്ക് തട്ടിയിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു കൂട്ടുകറി ഉണ്ടല്ലോ അമ്മ കൂട്ടിയിട്ട് അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ കൂട്ടുകറി കൂട്ടുന്നതാണെന്ന്. അമ്മ തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് കൂട്ടുകറി ഇത്ര ഇഷ്ടമാവുന്നത്, അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷമായി. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടാക്കിയിട്ട് ആരെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത ആൾ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ അവിടെ സെറ്റായി. ബാക്കി ചോറും കറിയെല്ലാം ഓൾറെഡി ആയിട്ടുണ്ട്, അതെല്ലാം രാവിലെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഇത് മാത്രമേ ഉണ്ടായിട്ടും ആക്കാൻ വേണ്ടിയിട്ട് അത് ഞാനിതാ ഇപ്പം സെറ്റാക്കിയിട്ടുമുണ്ട്. അപ്പോൾ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണെല്ലാം ക്ലോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോകേണ്ടുന്ന സമയമായിട്ടുണ്ട്. രാവിലെ നിച്ചുട്ടി പോകുമ്പോഴേക്കും അമ്മ ഏകദേശം പണിയെല്ലാം അങ്ങ് ഒരുക്കലുണ്ട്, രാവിലെ തന്നെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം സെറ്റായി നമുക്ക് അടുക്കള ക്ലോസ് ചെയ്യാം. അപ്പം നമ്മൾ പണിയെല്ലാം കഴിഞ്ഞു ഏകദേശം. അപ്പോൾ അമ്മ പറഞ്ഞു എന്തെങ്കിലും സിനിമ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാർ നോക്കുമ്പോൾ കിഷ്കിന്ത കണ്ടുണ്ട് സിനിമ. ഇതിനിടയ്ക്ക് തിയേറ്ററിലുണ്ടായതല്ലേ, ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. അപ്പം അതേതായാലും കാണാം. അമ്മ പുറത്ത് ആരോടോ വർത്താനം പറയുന്നുണ്ട്, പോസ് ചെയ്യാം. അമ്മ വന്നിട്ട് വെക്കാം. വൈകുന്നേരം നിച്ചുട്ടി അംഗൻവാടിയിലെല്ലാം പോയിട്ട് വന്നേ. അപ്പോൾ ഒന്ന് പുറത്ത് പോകാനുണ്ട്, ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. അതാരാന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്. അപ്പം റെഡി ആവാൻ വേണ്ടിയിട്ട് മേലേക്ക് വന്നതാണ്, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിച്ച പാട് സ്റ്റെപ്പ് കയറിയിട്ട് കഥക്കുന്നു. എനിക്കിന്ന് 2-3 ആൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു കേട്ടോ, ചേച്ചി പ്രവീൺ പ്രണവിൻ്റെ ന്യൂസ് കേട്ടിട്ടില്ലേ എന്നല്ല. എല്ലാ യൂട്യൂബേഴ്സും അത് വീഡിയോ ആക്കിയിട്ടെല്ലാം കണ്ടിനി. അങ്ങനെ അവരെ ഫാമിലി ഇഷ്യൂസ് വെച്ച് വീഡിയോ ആക്കി തമ്മിലെല്ലാം ആക്കി
ഒരു കണ്ടന്റ് ആക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ. പക്ഷെ എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഷോക്കായി പോയി. അത്രയും നല്ല രീതിക്ക് ഒരു ഫാമിലി, റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ് എന്നിങ്ങനെ കോമൺലി എല്ലാവരും പറയലുണ്ട്. പക്ഷെ അതൊന്നും അധിക കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ എക്സാമ്പിളാണ് അത്. ഇപ്പൊ അവരെ കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ എല്ലാം പൊളിച്ചടങ്ങി. അതാണ് നമ്മള് ജെനുവിൻ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അധിക കാലം അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. എത്രാന്ന് വിചാരിച്ചിട്ടാണ് ഫേക്ക് കളിച്ച് നിൽക്കുക. അവർ 1 കൊല്ലം കൊണ്ട് എല്ലാം കഴിഞ്ഞില്ലേ. പക്ഷെ അവരെ ഫാമിലി ഇഷ്യൂ എന്തോ ആയിക്കോട്ടെ, പൊതുവേ ഈ ഫാമിലി പ്രോബ്ലംസ് യൂട്യൂബിലെല്ലാം പറഞ്ഞ് അങ്ങനെ ഇതാക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ബാക്കി എല്ലാവരും ഇങ്ങനെ കാണലുണ്ടല്ലോ. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഫാമിലി ഇഷ്യൂ ഉണ്ടോ, ആരെ ഭാഗത്ത് തെറ്റ് എന്തോ ഒന്നും നമുക്കറിയില്ല. അത് അവരെ മാത്രം അറിയുന്ന പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും 9 മാസം പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു പെണ്ണിനോട് ഇത്രയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സ്വന്തം ഒരു അച്ഛനും അമ്മയല്ലേ അത് അവന്റെ. അപ്പൊ അവരുടെ ഒരു മെന്റാലിറ്റി ആലോചിച്ച് നോക്കുക. അവരുടെ ശരിക്കും മനുഷ്യന്മാരാണോ എന്നുള്ളതാണ്. സ്വന്തം മോനെ ആർക്കെങ്കിലും പിടിച്ചു വെച്ചിട്ട് അച്ഛനും അമ്മക്കൊക്കെ അടിക്കാൻ പറ്റുമോ? സ്വന്തം മോന അവർ പോറ്റി വളർത്തിയ മോന. ഭയങ്കര സംഭവം. ശരിക്കും ഷോക്കായി പോയി കണ്ടിട്ട്. അവള് ആ വയറും കൊണ്ട് കരയുന്നത് കണ്ടപ്പോ എല്ലാം ശരിക്കും ഭയങ്കര സങ്കടമായി പോയി. നേരത്തെ ഞാനും അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായി. അമ്മക്ക് ഞാൻ വീഡിയോ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് അമ്മ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ കേസ് കൊടുക്കുക തന്നെയാണ് വേണ്ടത്. എന്ത് സ്വന്തം അച്ഛൻ അമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും ദ്രോഹിച്ചു എന്ന് പറയുമ്പോൾ കേസ് കൊടുക്കുക തന്നെയാണ് വേണ്ടത്. എത്ര ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നല്ലേ അവര്. ശരിക്കും ഈ അവരെ വീഡിയോ എല്ലാം കാണുമ്പോൾ അവരെന്ത് ഇതിലാന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരോ ആള് അങ്ങനെ. പക്ഷെ അധിക കാലം നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പായല്ലോ. 1 വർഷം കൊണ്ട് തന്നെ എല്ലാം കഴിഞ്ഞു. ഇനി അവർക്കൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ആ അച്ഛനും അമ്മേന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയല്ലേ. ഒന്ന് പുറത്തിറങ്ങിയിട്ട് ആൾക്കാർ കാർക്കിച്ച് തുപ്പും കണ്ടു കഴിഞ്ഞാൽ. അത്രയും ഇത്ര ഒരു ഗർഭിണിയോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്ത്രീയല്ലേ, അവരും ഗർഭിണിയായി പ്രസവിച്ച് വളർത്തിയതല്ലേ. അപ്പൊ എന്തായിരിക്കും അതൊക്കെ കണ്ടു നിന്ന് ആ ഒരു തൊലിക്കട്ടി എന്ന് പറയുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കാര്യം, അവരുടെ ഫാമിലി എന്തോ ആയിക്കോട്ടെ. വിട്ടു ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ആ ഒരു ഇത് കണ്ടപ്പോ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷനൊക്കെ സ്വമേധയാ കേസ് എടുക്കും. ചിലപ്പോൾ അവരൊക്കെ ജയിലിൽ പോവായിരിക്കും, കേസൊക്കെ വരുമായിരിക്കും, നമുക്കറിയില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ജസ്റ്റ് ഒന്ന് ഡ്രസ്സ് മാറിയിട്ടുണ്ടേ. എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെയല്ല പറയുന്നത്. അതിന് ശേഷം വന്ന ഒരു കമന്റ് കണ്ടു നമ്മുടെ വീഡിയോന്റെ അടിയിലും. അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും എക്സ്പെക്ട് ചെയ്തതാണ് കമന്റ്. എല്ലാ ഫാമിലി വ്ളോഗ്സിലും ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കോ, എല്ലാം റിയൽ ആയിട്ടല്ലല്ലോ കാണിക്കുന്നതെന്നുള്ള ചിന്ത നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരാം. അത് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ കുറെ എക്സാമ്പിൾസ് ആയി ബാക്കി ഫാമിലി വ്ളോഗിങ് ചാനലിലൊക്കെ കാണുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോന്റെ അടിയിലും വന്നിട്ടുണ്ടായിരുന്നു കമന്റ്. ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുക്കുക കമന്റ്. റിയൽ തന്നെയാണോ, റിയൽ ആണെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാര്യം. അധിക കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാനിപ്പോ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 4 വർഷമായിട്ടുണ്ട്. അപ്പം എന്താണ് 4 വർഷം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്റെ 6 വർഷമായിട്ടുണ്ട്. അപ്പോൾ അത്രയും കാലം നമുക്കൊരു ഫേക്ക് ആണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ എന്തായാലും. അപ്പൊ നിങ്ങൾക്കും എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സിനെല്ലാം അറിയാം. അന്ന് മുതൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്നുള്ളത്. 6 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് മുന്നേ 2 വർഷം മുന്നേ അമ്മേനെ അറിയാം. അപ്പൊ അന്ന് എങ്ങനെയായിരുന്നു അമ്മേന്റെ സ്നേഹം, അത് കൂടുമല്ലാതെ ഇതുവരെയായിട്ടും കുറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങോട്ടായാലും അമ്മക്ക് ഇങ്ങോട്ടായാലും. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേരിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട. സംശയം എന്നല്ല, ഒരു അയ്യോ ഇത് സ്നേഹം റിയൽ തന്നെ ആവട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ആരെല്ലോ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റിയൽ തന്നെയാണ് 100%. അത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ചോദിച്ച സ്ഥിതിക്ക്, പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. പിന്നെ ഒരു ചേച്ചി കമന്റ് ചെയ്തിട്ട് കണ്ടു വിദ്യാഭ്യാസത്തിന്റെ കാര്യം, അതൊക്കെ പറഞ്ഞിട്ട്. സത്യമാണ്, നമ്മള് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് വലിയ ജോലി ഉണ്ടോ അല്ലെങ്കിൽ വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നുള്ളതല്ല. അപ്പം ഒരു മെന്റലി നമുക്ക് ചിന്തിച്ച് അങ്ങനെ കണക്കൂട്ടിയിട്ട് നമ്മുടെ ഫാമിലി എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മുടെ തീരുമാനം. നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൊത്തത്തിലൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ഫാമിലി ഹാപ്പി ആയിട്ട് ഇരുന്നാലേ നമുക്ക് പേഴ്സണൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ അല്ലേ. മെയിനായിട്ട് ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഏതൊരു വീട്ടിലായാലും ആ വീട്ടിലത്തെ അമ്മ നല്ലതാണെങ്കിൽ ആ മൊത്തം ഫാമിലി നല്ലതായിരിക്കും എന്നാണ്. അതായത് നല്ലതാണെങ്കിൽ മീൻസ് അമ്മ നല്ലതായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഭർത്താവും എല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് അമ്മ ചിന്തിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ ഫാമിലി എന്തായാലും മൊത്തം എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ അങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പം ചോദിച്ച സ്ഥിതിക്ക് അതും കൂടെ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. നിച്ചുട്ടി നമ്മള് റെഡി ആയിട്ട് ഇറങ്ങിയേ. നിച്ചുട്ടി എവിടെ പോന്നേ? കണ്ണൂരാ? അപ്പൊ
നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി. ഇതിന്റെ വളപട്ടണം പാലത്തിന്റെ മേലെയുള്ള കേട്ടോ. അതാണ് ഇങ്ങനെ വെയിലടിക്കുന്നത്, സൂര്യൻ ഇങ്ങനെ കണ്ണു കുത്തുന്നുണ്ട്. നമ്മൾ രണ്ടാളും ബാക്കിൽ ഇരിക്കുന്നുണ്ട്, അച്ഛൻ മുമ്പിൽ വണ്ടി ഓടിക്കുന്നുണ്ട് അല്ലേ? ആരെ കാണാനാ പോന്നേ? ഷാരോൺ വെല്ലീന. പിന്നെ വേറെ ആരാ ഉള്ളേ? പറ, വേറെ ആരാ ഉള്ളേ? നിച്ചുട്ടിന്റെ ഫ്രണ്ട് ആരാ? ജോക്കുട്ടനാ. ജോക്കുട്ടനും ഷാരോൺ വെല്ലിയും ജോബി മാമനും എല്ലാം ഉണ്ടല്ലേ? അപ്പൊ നമ്മള് വളപട്ടണം വിട്ടതേ ഉള്ളൂ. അവരും ഏകദേശം പുതിയൊരു എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏച്ചി ഗൾഫിലാന്ന് ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഏച്ചി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അപ്പൊ ഒന്ന് മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുമെന്ന്. അപ്പൊ കണ്ണൂരിൽ നിന്ന് എവിടുന്നെങ്കിലും കണ്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഒരു അടിപൊളിയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കണ്ണൂരെത്തിയിട്ട് കാണാം. അപ്പൊ നമ്മള് പയ്യാമ്പൽ എത്തിയിട്ട് വണ്ടി തന്നെ ഇരിക്കാന്ന്. അവരെത്തുന്നതേ ഉള്ളൂ കേട്ടോ. ബീച്ചിൽ നിന്ന് നമ്മള് കാണുമെന്ന് പറഞ്ഞ നിച്ചൂട്ടിയാന്ന്. നിച്ചൂട്ടി വെച്ച് നിച്ചൂട്ടിയോടാ പറയുന്നത്. നിച്ചൂട്ടി ഒന്ന് എങ്ങനെയാ ചോറിന് ഒന്നാ. ഹായ്, എന്തുണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം? അങ്ങനെ കണ്ടുമുട്ടി. വിശേഷം ചേച്ചി വരുമ്പോ തുറന്നോ. ചേച്ചി വരുമ്പോ പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ടായിനെ. ജോക്കൂട്ടനെ സ്കൂളിൽ നിന്ന് നേരെ കൂട്ടിയിട്ടാ വന്നെ. ഞാൻ കഴിച്ചു നോക്കിയില്ല. ചേച്ചിന് വേണോ? എടുത്തോ, ഒന്നെടുക്കും. കടിക്കും. നമ്മൾ മെയിനായിട്ട് വെറുതെ ഇങ്ങനെ കണ്ട് വർത്താനം പറഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കാനാണ് വന്നേട്ടെ. ഏച്ചി വന്നിട്ട് കാണാൻ പറ്റിയിട്ടേ ഇല്ല. ഇവർ വീട് കുറച്ച് നല്ല ദൂരെയാണെന്നല്ല, അതുകൊണ്ട് എനിക്ക് ഇപ്പം അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയ ഒരു കണ്ടീഷനും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടുമില്ല കേട്ടോ. അപ്പോൾ കണ്ണൂരിൽ നമുക്ക് മീറ്റ് ചെയ്യാമെന്ന്, പിന്നെ കുറച്ചല്ലേ വരണ്ടു നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നേ. ജോക്കൂട്ട ഫുള്ള് കളിയാണ് കേട്ടോ. പിള്ളേരെ അമ്മ പാർക്കിൽ അങ്ങ് കളിച്ചോളൂ, നമുക്ക് വർത്താനം പറഞ്ഞിരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്പോട്ട് സെലക്ട് ചെയ്തത്. ജോക്കൂട്ട ഫുള്ള് കളിയാണ്. നിച്ചുട്ടി കാര്യമായിട്ട് കളിച്ചിട്ടൊന്നുമില്ല. നമ്മളെല്ലാവരും കുറേ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. ജോബിയേട്ടനുണ്ട്. നമ്മൾ അത് കുറേ നേരം അവിടെ ഇരുന്ന് പാർക്കിൽ നിന്ന് വർത്താനം പറഞ്ഞ ശേഷം ബീച്ചിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നടന്നു. അപ്പോൾ ഏതായാലും ഓരോ ചായയും കൂടെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് കോളിഫ്ലവർ ബജിയും ചായയെല്ലാം കുടിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് പോയി. നല്ല സന്ധ്യ ആയിട്ടുണ്ട്, സൺസെറ്റെല്ലാം കഴിഞ്ഞു പോകുന്നുണ്ട്. നല്ല മഴക്കാറും ഉള്ളതുകൊണ്ട് ഒന്നും കാണാനും വയ്യ. അതുകൊണ്ട് നമ്മൾ ബീച്ചിൽ പോയിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്തു കേട്ടോ. ഫുള്ള് വർത്താനം പറഞ്ഞു. ഇറങ്ങണാ കള്ളിപ്പെണ്ണേ? അയച്ചോ, ഷൂ ഇവിടെ അയച്ചു വെച്ചിട്ട് പോയിക്കോ. അച്ഛൻ്റെ അടുത്ത് വെച്ചാ അതാ ലൈറ്റില്ല. ഇങ്ങോട്ട് എടുക്കുമ്പോൾ പിന്നെയും ഉണ്ടാവും. അവിടെ എടുക്കുമ്പോൾ. അപ്പോൾ പിള്ളേരും കൂട്ടിയിട്ട് രണ്ട് അച്ഛന്മാരും വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ചേച്ചിയും കൂടെ അവിടെ പുഴയിൽ ഇരുന്നിട്ട് ഫുള്ള് വർത്താനം ഉണ്ടായത്. ഇവർ കളിയെല്ലാം കണ്ടിട്ട് ജോക്കൂട്ടെല്ലാം പിന്നെ കുറേ കഴിയുമ്പോൾ തിമർത്ത് കളിക്കാൻ തുടങ്ങി. നിച്ചുട്ടിക്കും ആദ്യം വേണ്ട വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ജോക്കൂട്ടൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഒരു ആവേശമായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഷാരോൺ ചേച്ചിനെ എങ്ങനെയാണ് എനിക്ക് പരിചയം എന്ന് വെച്ചാൽ അർജുൻ ജോബിയേട്ടനും പണ്ട് TCSൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവർ ത്രൂ ആണ് നമ്മൾ ഫ്രണ്ട്സ് ആയത്. നമ്മൾ അവിടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ കുറേ പട്ടികൾ സൈഡിൽ വന്നിട്ട് ഇത് ഫുള്ള് കളിക്കുന്നുണ്ടായിന്. എനിക്കതങ്ങ് ഭയങ്കര പേടിയാണ്. ഞാൻ ഈച്ചൂടെ വരുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോക്കൂട്ടൻ അങ്ങ് കിടന്ന് ബീച്ചിൽ എന്നിട്ട് ഫുള്ള് തിരയെല്ലാം മേത്തേക്കൂടെ വന്നിട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഏതായാലും അവൻ കളിക്കട്ടെ, ഇന്ന് ഫുള്ള് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ലോണം കളിച്ച്. ചേച്ചി എന്തായാലും ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിനി മാറ്റാൻ വേണ്ടിയിട്ട്. എന്തായാലും അവൻ അങ്ങനെ കളിക്കുമെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് എക്സ്ട്രാ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഷാരോൺ ചേച്ചിൻ്റെ കൂടെ എനിക്ക് എത്ര ഇരുന്നാലും വർത്താനം പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാണ് കണ്ടിട്ട് തിരിച്ചു പോകുന്ന സമയത്ത്. ഇനിയിപ്പോൾ 29-ാം തീയതി ചേച്ചി ഗൾഫിലേക്ക് തിരിച്ചു പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത വർഷമല്ലേ കാണൂല. അതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. ഒരു ചേച്ചിയാണോ എന്ന് ചോദിച്ചാൽ ചേച്ചിയാണ്, ഒരു ഫ്രണ്ടാണോ എന്ന് ചോദിച്ചാൽ ഒരു ഫ്രണ്ടാണ്, എല്ലാം ആണ് ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഈ പ്രഗ്നൻസി സമയത്ത് തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ചേച്ചീനോട് ആദ്യം പറയാം. ഡൗട്ട് ഉണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും എല്ലാം ചേച്ചി അന്നേരം പറയും നീ അങ്ങനെ ടെൻഷൻ അടിക്കല്ല അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കും ചേച്ചി. അപ്പം അതെല്ലാം നമ്മളിങ്ങനെ നേരിട്ട് കണ്ടപ്പം കുറേ നേരം വർത്താനം പറഞ്ഞു. അപ്പോൾ ഇവരെ കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ ഏകദേശം വന്നിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത എന്നാ പരിപാടി എന്ന് ആലോചിക്കുന്നു. ജോക്കൂട്ടൻ്റെ തലയിലടക്കം ഫുള്ള് വെള്ളമായിട്ടാണ് ഉള്ളത്. ഇനി മൊത്തം ഒന്ന് തുടച്ചു കൊടുക്കണം. വേറെ വീട് വെക്കുവാണോ? അത് കുഞ്ഞു വീടേ.
കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയും നിച്ചൂട്ടിയും കൂടെ ഫുള്ള് വീടുണ്ടാക്കാൻ തുടങ്ങി. പൂഴിയിൽ നമ്മളിങ്ങനെ കളിക്കുമല്ലോ. നിച്ചൂട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കളിക്കുന്നത്. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. അത് കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് കളിക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ കയ്യിൽ മണ്ണും ചളിയെല്ലാം പറ്റിക്കഴിഞ്ഞാൽ നിച്ചൂട്ടി ഇങ്ങനെ വേണ്ട 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 എന്ന് പറയും. പക്ഷേ നല്ലോണം ആസ്വദിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ പൂഴിയിലാടി ഇരുന്ന് ഫുള്ള് മണ്ണെല്ലാം വാരി സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവൾ എൻജോയ് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ തന്നെ ഇരുന്ന്. ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. വേറെ കാര്യമായിട്ട് സൗണ്ടും ഡിസ്റ്റർബൻസും ഒന്നുമില്ല. അധികം ആൾക്കാരും ഉണ്ടാവില്ല. ആൾക്കാരുണ്ട് അവിടെ ഇവിടെ ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വൈകുന്നേരം ഉള്ളതുപോലെയുള്ള ആൾക്കാരില്ലല്ലോ. അതുകൊണ്ട് നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറേ നേരം നമ്മൾ ഇരുന്നു കേട്ടോ. വേറെ കാര്യമായിട്ട് നമുക്ക് പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകലാന്ന് അവരും നമ്മളും. അതുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞു. കടലിന് പൊറുക്കിക്കൊണ്ട് വന്നു. ഇതൊന്ന് അടിയിലത്തെ സാധനം പവിഴപ്പുറ്റ എന്തോ ഒരു സാധനം നല്ല രസമുണ്ട് കേട്ടോ. അത് ഒരു പാത്രം പോലെയുണ്ട്. ജോബേട്ടനും ജോക്കുണ്ടും കൂടി ഇങ്ങനെ നടക്കുമ്പം ആ ഒരു ഷെല്ലിനകത്ത് കണ്ടോ ജീവി, ഇങ്ങനെ മണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടുമല്ലോ. അപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഏകദേശം കളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ മണ്ണെല്ലാം തട്ടിയിട്ട് ഇനി വീട്ടിലേക്ക് പോകാമെന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ വന്നു. ഇവർക്ക് ഇനി അങ്ങ് എത്തണമല്ലോ ശ്രീകണ്ഠ, അവർ അങ്ങ് അതിൻ്റെ അപ്പുറം എത്തണം. അപ്പോൾ വാ വീട്ടിലേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിട്ട്. ഞാൻ ചേച്ചിയോട് അപ്പം പറഞ്ഞിട്ടില്ല. പക്ഷേ വീട്ടിലെത്തിയിട്ട് മെസ്സേജ് അയച്ചു, ചേച്ചി മിസ് യു എന്നെല്ലാം പറഞ്ഞു. സന്തോഷായ ചേച്ചിന് ഭയങ്കര സന്തോഷായ. ഇന്ന് നല്ലോണം എൻജോയ് ചെയ്ത് വീടുണ്ടാക്കി അല്ലേച്ചോ. കുഞ്ഞു വീടാ വലിയ വീടാ? കുഞ്ഞു വീടാ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറച്ച് നേരം നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ടും വർത്താനം പറഞ്ഞിട്ട് പിന്നെ രണ്ടാളും രണ്ട് ഭാഗത്തേക്ക് അങ്ങ് നീങ്ങി. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.